ഇല്ല, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുമതിയോളം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായി. നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമകൾ, അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്. അതൊരുപാട് ഹിറ്റായേക്കുന്ന സിനിമയാണ്. മലയാളത്തിൽ മുന്നേ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സുമതിയോളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം. അവിടെ ഇതിലെല്ലാം വേണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തത്.